യുവാക്കൾ ഗർഭനിരോധന ഉറകൾ വിൽക്കുന്ന കടയിലേക്ക് ഇടിച്ചു കയറുകയാണ്. കയ്യിൽ കിട്ടുന്നവത്രയും കോണ്ടം വാങ്ങി കൂട്ടുക എന്നത് തന്നെയാണ് ഉദ്ദേശം. കുറച്ചു നാളുകൾ കൂടി കഴിഞ്ഞാൽ ഗർഭനിരോധന ഉറകൾ വാങ്ങാനുള്ള പാങ്ങില്ലാതെ ആയേക്കുമെന്നാണ് അവരുടെ പേടി. ചൈനയിൽ ഗർഭനിരോധന ഉൽപ്പന്നങ്ങൾക്ക് സർക്കാർ വമ്പൻ നികുതി ഏർപ്പെടുത്തുന്നു എന്നതാണ് കാരണം. കോണ്ടം ഉൾപ്പെടെയുള്ള കോൺട്രാസെപ്റ്റീവ് മരുന്നുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും 13% മൂല്യവർധന നികുതിയാണ് ഏർപ്പെടുത്തുന്നത്. ഈ വരുന്ന ജനുവരി 1 മുതൽ പുതിയ നികുതി പ്രാബല്യത്തിൽ വരും. രസകരമായ കാര്യമെന്തെന്നാൽ 1993 മുതൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇല്ലായിരുന്നു എന്നതാണ്. ഒരു കുടുംബത്തിൽ ഒരു കുട്ടി എന്ന നയം ശക്തമായി നടപ്പിലാക്കിയിരുന്ന കാലഘട്ടത്തിൽ ജനസംഖ്യ നിയന്ത്രിക്കാനായാണ് ഈ നികുതി ഇളവ് നൽകിയിരുന്നത്. അതുമാത്രമോ, 1980 മുതൽ 2015 വരെ നടപ്പിലാക്കിയിരുന്ന കുടുംബത്തിൽ ഒരു കുട്ടി മാത്രം മതി എന്ന നയം ലംഘിച്ച കുടുംബങ്ങളുടെ മേൽ കനത്ത പിഴയും ചിലപ്പോൾ ബലം പ്രയോഗത്തിലൂടെ ഗർഭഛിദ്രങ്ങളും വന്ധ്യംകരണങ്ങളും വരെ നടപ്പിലാക്കിയിരുന്നു സർക്കാർ. ആ സാഹചര്യം കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ജനന നിരക്ക് കുത്തനെ കുറഞ്ഞതോടെയാണ് ചൈന നയം മാറ്റിയിരിക്കുന്നത്. കൂടുതൽ കുട്ടികൾ ഉണ്ടാവണം എന്ന നയമാണ് ഇപ്പോൾ. കുട്ടികൾ ഉണ്ടാവാൻ ദമ്പതിമാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് പുതിയ നയം. 2019 1.47 കോടി കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്നിടത്ത് 2024 അത് 95 ലക്ഷമായി കുറയുകയുണ്ടായി. 2023 ഇന്ത്യ ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയേറിയ രാജ്യമാവുകയും ചെയ്തു. ഗർഭനിരോധന ഉറകൾക്കുമേൽ ഇപ്പോൾ ചുമത്തുന്ന നികുതി ജനനിരക്ക് ഉയർത്താനുള്ള നേരിട്ടുള്ള നീക്കമല്ലെന്നും നികുതി സംവിധാനത്തിലെ ഒരു സാങ്കേതിക പരിഷ്കരണമാണെന്നുമാണ്. എന്നാൽ അത് അങ്ങനെയല്ലെന്ന് ഓരോ ചൈനക്കാരനും അറിയാം. ജനസംഖ്യ നിയന്ത്രണത്തിൽ നിന്ന് ജനന പ്രോത്സാഹനത്തിലേക്കുള്ള ചൈനയുടെ നയമാറ്റത്തിന്റെ പ്രതിഫലമാണെന്നിതാണ് ജനസംഖ്യാ വിദഗ്ധർ പറയുന്നത്. ഗർഭനിരോധന ഉറകളുടെ വില കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. ഇനി കുട്ടികളെ ഉണ്ടാക്കാൻ പണമില്ല, ലൈംഗിക ബന്ധത്തിനും പണമില്ല എന്ന് തുടങ്ങുന്ന പരിഹാസമാണ് എല്ലായിടത്തും ഉയർന്നു കേൾക്കുന്നത്. നികുതി വർദ്ധിക്കുമെന്നറിഞ്ഞതോടെ പലരും കോണ്ടങ്ങൾ വലിയ തോതിൽ മുൻകൂട്ടി വാങ്ങി സൂക്ഷിക്കുന്ന ദൃശ്യങ്ങൾ ഓൺലൈനിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതിനിടെ വിദഗ്ധർ പറയുന്നത് കോണ്ടത്തിന്റെ വില കൂടിയാൽ ജനനിരക്ക് ഉയരുമെന്ന് കരുതുന്നത് തെറ്റാണെന്നാണ്. ഒരു കുട്ടിയെ 18 വയസ്സ് വരെ വളർത്താൻ ചൈനയിൽ ശരാശരി $5.38 ലക്ഷം അഥവാ ഏകദേശം $76,000 ചെലവാകും. തൊഴിലില്ലായ്മ, കുറഞ്ഞ ശമ്പളം, നീണ്ട ജോലി സമയം എന്നീ ഘടകങ്ങളാണ് കൂടുതൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ യുവതലമുറയെ പ്രേരിപ്പിക്കുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു സുപ്രധാന പ്രശ്നം കൂടിയുണ്ട്. ഗർഭനിരോധന ഉറകളുടെ വിലവർദ്ധനവ് പൊതുജനങ്ങൾക്ക് അവ വാങ്ങാനുള്ള കഴിവ് ഇല്ലാതാക്കുകയാണ്. ഈ സാഹചര്യം ആശങ്കയോടെയാണ് ആരോഗ്യമേഖല നോക്കിക്കാണുന്നത്. കോണ്ടം വാങ്ങാൻ കഴിവില്ലാതെയായാൽ ലൈംഗിക രോഗങ്ങൾ വർദ്ധിക്കാൻ അതിടയാകുമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ചൈനയിൽ ലക്ഷക്കണക്കിന് ആളുകൾ സിഫിലിസ്, ഗൊണോറിയ, HIV പോലുള്ള ലൈംഗിക രോഗങ്ങളുമായി ചികിത്സ തേടിയിട്ടുണ്ട്. ഗർഭനിരോധന മരുന്നുകൾ ഗർഭം ഒഴിവാക്കാൻ മാത്രമല്ല, ലൈംഗിക രോഗങ്ങൾ പ്രതിരോധിക്കാനും ഏറെ ഗുണം ചെയ്യുന്നവയാണ്. ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന വലിയ വർധന കുറഞ്ഞ വരുമാനക്കാരെയും യുവജനങ്ങളെയും കൂടുതൽ ബാധിക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ജനന നിരക്ക് ഉയർത്താനുള്ള സർക്കാർ ശ്രമത്തിനിടെ സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവാണ് നികുതി ഏർപ്പെടുത്തുന്നതിലൂടെ വീണ്ടും ഉയരുന്നതെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്.